എൻ്റെ ഭാര്യ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ കഴിയും. അതിന് പറ്റില്ലെങ്കിൽ ഞാൻ കെട്ടിയ താലിയുടെ ബന്ധവും പറഞ്ഞ് ഇവിടെ നിൽക്കരുത്. അതും പറഞ്ഞവൻ കാറ്റുപോലെ മുകളിലേക്ക് കയറിപ്പോയി. അവൾ നിന്നിടത്ത് നിന്നും അനങ്ങാതെ അവൻ്റെ ആ വാക്കുകളിൽ ഭയന്ന് നിസ്സഹായയായി ആലിയെയും അമ്മയെയും നോക്കി. അവരും നിസ്സഹായതയോടെ അവളെ നോക്കി. കുറച്ചു മുൻപ് തോന്നിയ സന്തോഷം അവളിൽ നിന്നും മാഞ്ഞുപോയി. ആലിയുടെ കൂടെ കിടക്കാൻ പറഞ്ഞപ്പോൾ തുള്ളിച്ചാടാനാണ് തോന്നിയത്. ആ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. സെറ്റ് സാരി ഉടുത്ത് കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവളുടെ ശരീരം വിറകൊണ്ടു. മോളെ, സാവിത്രിയുടെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു ഗ്ലാസ് പാൽ അവൾക്ക് നേരെ നീട്ടി നിൽക്കുന്നവരെ കണ്ടതും അവളത് വാങ്ങാൻ മടിച്ചു. എനിക്കറിയാം മോളുടെ അവസ്ഥ. സാരമില്ല, എന്നായാലും ഒന്നിച്ചു കൂടെ ജീവിക്കേണ്ടവരല്ലേ നിങ്ങൾ രണ്ടുപേരും. എൻ്റെ മുൻ പാവമാ, കുറച്ച് ദേഷ്യമുണ്ടെന്നേയുള്ളൂ. ഇനി അവനെ ധിക്കരിച്ചു മോളെ ഇവിടെ ആലിയുടെ റൂമിൽ കിടത്തിയാൽ പിന്നെ അത് മതിയാവും അവന്. അവരകത്തേക്ക് വന്ന് അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പാൽ ഗ്ലാസ് നിർബന്ധിച്ച് പിടിപ്പിച്ചു. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാൻ സമയമെടുക്കുമെന്നറിയാം, എങ്കിലും ഇതൊരു ചടങ്ങാണ്. ആലി അവളെ കാശിയുടെ റൂമിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തി. അവൾ ദയനീയമായി ആലിയെ നോക്കി. ഏട്ടത്തി ചെല്ല്, ഏട്ടനൊന്നും പറയില്ല. അത്രയും ദുഷ്ടനൊന്നുമല്ല എൻ്റെ ഏട്ടൻ, അവൾ കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ടതും വൈകിയിലൊരു ചിരി വിരിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ് ഏട്ടത്തി, അതും പറഞ്ഞവൾ താഴെ കൂടി. അവൾ പോയതും വൈക കുറച്ചു നേരം കൂടി റൂമിന് മുൻപിൽ നിന്നു. പിന്നെ പതിയെ ഡോർ തുറന്നകത്തേക്ക് കയറി. അതേ നിമിഷം തന്നെയാണ് അവൻ ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവനെ കണ്ടതും ഒരു വിറയൽ തെന്നിൽ പടരുന്നത് അവൾ അറിഞ്ഞു. ഡോറിന് മുൻപിൽ തലയും കുനിച്ചു നിൽക്കുന്നവളെ അവനൊന്ന് നോക്കി. പിന്നെ കണ്ണാടിക്ക് മുൻപിൽ നിന്നും തല നന്നായി തോർത്തിയെടുത്തു. ഇടയ്ക്കിടെ കണ്ണുകൾ അവളിലേക്ക് പാറി വീണു. നിന്നിടത്ത് നിന്നും അനങ്ങാതെ ഒരു പൂച്ചക്കുഞ്ഞിനെപ്പോലെ ഭയന്നു നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് മറച്ചുകൊണ്ടവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. പതിയെ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. തനിക്കടുത്തേക്ക് വരുന്നവനെ കണ്ടതും അവളൊരു പരിഭ്രമത്തോടെ ഒന്ന് പിറകിലേക്ക് നിന്നു. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഡോർ ലോക്ക് ചെയ്തു. അതറിഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി. എന്ത് പറ്റി ഭാര്യയെ? എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ മുഖമുയർത്തി നോക്കി. കൈകൾ വിറച്ചു. പാൽ ഗ്ലാസിൽ നിന്നും പാൽ തുളുമ്പി. അവനത് വാങ്ങി ടേബിളിൽ വെച്ച് അവളെ രൂക്ഷമായി നോക്കി. അവളൊന്ന് പതിയെ പിറകിലേക്ക് നീങ്ങി നിന്നു. അവനൊന്നുകൂടി അവളോടടുത്ത് വന്നു. നിന്ന് നാടകം കളിക്കാതെ പോയി കിടക്കടി. മുഖം അവളോടടുപ്പിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ ഗൗരവത്തോടെ അവൻ പറഞ്ഞു. എന്താ, ഇനി ഞാനെടുത്ത് കിടത്തണോ? അവൻ്റെ മുഖത്ത് മറ്റൊരു ഭാവം നിറഞ്ഞു. വേണ്ട, ഞാൻ കിടന്നോളാം. അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഒന്നുകൂടി അവളെയൊന്ന് നോക്കിക്കൊണ്ടവൻ ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ പോയതും അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. അവനടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഭയം തന്നെ പൊതിയുന്നു. അവൾ ആ റൂം മുഴുവനായൊന്ന് നോക്കി. ഹോസ്റ്റലിലെ 2-3 റൂമുകൾ ചേർന്നാൽ പോലും ഇത്രയും വലിയ റൂമാവില്ല. ബാൽക്കണിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടതും അവൾ ചുറ്റിനുമൊന്ന് നോക്കി. താനെവിടെ കിടക്കും? ആ രാക്ഷസൻ വന്നാൽ ഇനിയും വല്ലതും പറയും. അവളുടെ കണ്ണുകൾ റൂമിനരികിലായിട്ട സോഫയിലേക്ക് നീണ്ടു. അവൾ വേഗത്തിൽ അതിൻ്റെ അടുത്തേക്ക് നടന്നു. എങ്ങോട്ടാ തമ്പുരാട്ടി? പിറകിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ഞാൻ താഴെ പറഞ്ഞത് നിന്നോടും കൂടിയാണ്. എൻ്റെ ഭാര്യ എൻ്റെ റൂമിൽ വല്ലിടത്തും കിടന്നാൽ പോരാ, എൻ്റെ കൂടെ എൻ്റെ ബെഡിൽ വേണം കിടക്കാൻ. അത് കേട്ടതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് തിരിഞ്ഞു നോക്കാതെ നിന്നു. തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ഒന്നുയർന്നു. ഞാനിവിടെ കിടന്നോളാം. അവൻ്റെ ഉയർന്നുപോയ ശബ്ദത്തിൽ ഭയന്നു പോയ അവൾ വിക്കലോടെ പറഞ്ഞു. അവനതിന് തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൾ കണ്ണുകൾ തുറക്കാതെ ഇരുകൈകളും സാരിയിൽ ചുരുട്ടി പിടിച്ചു നിന്നു. അവൻ ദേഷ്യപ്പെടും എന്നവൾക്ക് ഉറപ്പായിരുന്നു.
എങ്കിലും അവൻ്റെ കൂടെ ബെഡിൽ കിടക്കുന്നത് ചിന്തിക്കാൻ പോലും അവൾക്കാകുന്നില്ലായിരുന്നു. പെട്ടെന്ന് പിൻകഴുത്തിൽ ഒരു ചുടുനിശ്വാസം വീണതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. തനിക്ക് മുൻപിൽ ചുവന്ന കണ്ണുകളുമായി ഗൗരവത്തോടെ നിൽക്കുന്നവനെ കണ്ടതും അവളൊന്ന് ഉമിനീരിറക്കി. "നീ കിടക്കുന്നോ? അതോ ഞാനെടുത്ത് ബെഡിലേക്ക് ഇടണോ?" അവൻ അവളെ ഗൗരവത്തോടെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. ഞാൻ കിടന്നോളാം," അവൾ പതിയെ പറഞ്ഞു. "എന്നാ പോയി കിടക്ക്." തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ച് അവിടെ തന്നെ നിന്നു. എന്നാൽ പെട്ടെന്നു തന്നെ കാശി അവളെ ഇരുകൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്കിട്ടു. അവൾ പകച്ചുകൊണ്ട് പിടഞ്ഞെണീക്കാൻ നോക്കിയതും അവൻ അവൾക്ക് മുകളിൽ കൈകുത്തി നിന്നു. അവളുടെ ശ്വാസഗതി ഉയർന്നു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഭയം കൊണ്ട് അവളുടെ ശരീരം തളർന്നു. അവൻ അവളുടെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ ഇറുകെ അടച്ചു കിടക്കുന്നവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ അവളുടെ അധരത്തിലേക്ക് പാളി വീണു. അവൻ്റെ ഉള്ളൊന്ന് വിറച്ചു. പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും നോട്ടം മാറ്റിയവൻ അപ്പുറത്തേക്ക് മറിഞ്ഞു. അവളിൽ നിന്നും തിരിഞ്ഞു കിടന്നു. വൈകാതെ വരെ നിലച്ചു നിന്ന ശ്വാസം ആഞ്ഞുവലിച്ചു. അവൾ തിരിഞ്ഞവനെ നോക്കിയതും ആ റൂമിലെ ലൈറ്റ് അണഞ്ഞു പോയിരുന്നു. അവളൊന്ന് ഞെട്ടിപ്പോയി. പിന്നെ പതിയെ അവൻ്റെ അടുത്തു നിന്നും നിരങ്ങി നീങ്ങി അവനിൽ നിന്നും ഒരുപാട് അകലം പാലിച്ചു കിടന്നു. കുതിച്ചുയരുന്ന ഹൃദയമിടിപ്പിനെ അടക്കി നിർത്തിയവൾ അവനിൽ നിന്നും പുറംതിരിഞ്ഞു കിടന്നു. അതറിഞ്ഞെന്നോണം അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അവൻ കണ്ണുകൾ അടച്ചു കിടന്നു. എന്തോ ഈ പെണ്ണിനോട് വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോകുന്നു. ഇന്നുവരെ മറ്റൊരു പെണ്ണിനോടും തോന്നാത്തൊരു ഫീലിങ്സ് ഇവളോട് തോന്നിപ്പോകുന്നു. ഇവളെ കാണുമ്പോഴൊക്കെ നോക്കി നിന്നു പോകാൻ തോന്നുന്നു. ഇത് പ്രണയമാണോ? അതോ അവളുടെ കഴുത്തിൽ താൻ താലി കെട്ടിയത് കൊണ്ട് തോന്നുന്ന സ്നേഹമോ സഹതാപമോ? അവൻ സ്വയം ചോദിച്ചു. ഇല്ല, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മിണ്ടിയിട്ടില്ലാത്ത ഒരുവളോട് തനിക്ക് പ്രണയമോ കാശിനാഥ? അവൻ്റെ മനസ്സ് അവനോട് ചോദിച്ചു. ഇങ്ങനെയൊരു കാര്യം അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോഴേ എതിർത്തതാണ്. തൻ്റെ ഒരു വാക്കിൽ മുത്തശ്ശനും അച്ഛനും ഈ കുടുംബം തന്നെ മറ്റുള്ളവർക്ക് മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും എന്നോർത്ത് സമ്മതിച്ചതാണ്. കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ മറക്കുമ്പോൾ കുറച്ച് പണം കൊടുത്ത് ഒഴിവാക്കാം എന്ന് കരുതി. അതുകൊണ്ട് തന്നെ പെണ്ണിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് മണ്ഡപത്തിൽ ഇരുന്നത്. പക്ഷെ താലി കെട്ടുമ്പോൾ കണ്ട അവളുടെ നിറഞ്ഞ മിഴികൾ കുറച്ചു മുൻപേ തന്നെ താഴെ വെച്ച് കണ്ടപ്പോൾ ആലിക്ക് പിന്നിൽ ഒളിപ്പിച്ച മുഖം, തൻ്റെ ശ്വാസം പോലും നിന്നുപോയ നിമിഷം, അത്രയും ഭംഗിയുള്ളൊരു പെണ്ണ് വരച്ചു വെച്ചതുപോലെ അവളുടെ കഴുത്തിലെ താൻ കെട്ടിയ താലിയും, മുൻപെന്നോ മനസ്സിൽ സങ്കല്പിച്ച പെണ്ണിൻ്റെ അതേ രൂപം. അതേ നിമിഷം തന്നെ മനസ്സിൽ കയറി വന്നൊരു ചിന്ത, താൻ താലി കെട്ടിയ പെണ്ണ്. അവൻ്റെ ഉള്ളമൊന്ന് തുടിച്ചു. അവൻ പതിയെ തിരിഞ്ഞവളെ നോക്കി. തെന്നിൽ നിന്നും പുറംതിരിഞ്ഞാണ് കിടത്തം. അവനിലൊരു ചിരി വിടർന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ദൃഢമായ വിരിഞ്ഞ നെഞ്ചും ആ നെഞ്ചിലെ രുദ്രാക്ഷം പതിപ്പിച്ച ചെയിനുമാണ് വൈഗയുടെ കണ്ണിൽ പതിഞ്ഞത്. അപ്പോഴാണ് താൻ ആരുടെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന ബോധം അവൾക്ക് വന്നത്. അവൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. കാശിയുടെ ഒരു കൈ അവളുടെ തലക്കടിയിലായി വെച്ചിട്ടുണ്ട്. മറുകൈ കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പുണർന്നാണ് കിടക്കുന്നത്. അവളിലൊരു വിറയൽ കടന്നുപോയി. അവൾ ആ കൈ പതിയെ എടുത്തു മാറ്റാൻ നോക്കിയതും അവനൊന്നുകൂടി അവളുടെ ഇടുപ്പിലുള്ള പിടിമുറുക്കി അവനിലേക്ക് ചേർത്തു. അവളൊന്ന് പിടഞ്ഞുപോയി. പതിയെ അവനെ ഉണർത്താതെ അവൾ ആ കൈകൾ എടുത്തു മാറ്റി. പിന്നെ പതിയെ എണീറ്റിരുന്നവനെ നോക്കി. ഉറങ്ങുമ്പോൾ പോലും അവൻ്റെ മുഖത്തൊരു ഗൗരവമുള്ളതുപോലെ തോന്നി അവൾക്ക്. എങ്കിലും ഏതൊരു പെണ്ണിനെയും ആകർഷിക്കുന്ന ഭംഗിയുണ്ട്. ഇയാളെന്നെങ്കിലും തന്നെ സ്നേഹിക്കുമോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ഉണർത്താതെ താഴേക്കിറങ്ങി. കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ഇന്നലെ ആലിയും അമ്മയും പോയി എടുത്ത ഡ്രസ്സുകളാണ്. തന്നെ കുറേ വിളിച്ചെങ്കിലും പോയില്ല. ഇത്രയേറെ ഡ്രസ്സൊക്കെ അവരെടുത്തിരുന്നോ? ടെക്സ്റ്റൈൽ പോലെ
വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ നോക്കി അവൾ മനസ്സിലോർത്തു. ഷോപ്പുകളിൽ മാത്രമേ ഇത്രയേറെ ഡ്രസ്സ് കണ്ടിട്ടുള്ളൂ. അവൾ അതിൽ നിന്നും ഒരു റെഡ് കളർ പാൻറ്റും ടോപ്പും വരുന്ന ചുരിദാർ എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൾ ഇറങ്ങുമ്പോൾ അവൻ ഫോണിൽ നോക്കി കിടപ്പുണ്ട്. വൈഗ അവനിൽ നിന്നും തിരിഞ്ഞു നിന്ന് മുടി കെട്ടിവെച്ച തോർത്തയച്ച് തോർത്തി. അതേ നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിലേക്കെത്തി. നോക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് തന്നെ പാളി വീണുകൊണ്ടിരുന്നു. അവൾ തിരിഞ്ഞതും അവൻ വേഗം നോട്ടം മാറ്റി. അവൾ അവനെ നോക്കാതെ വെപ്രാളത്തോടെ വേഗത്തിൽ താഴേക്ക് നടന്നു. റൂമിന് പുറത്തേക്ക് പോയ വൈഗയെ നോക്കി അവൻ എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കാശി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. കാറിൻ്റെ ചാവിയും വിരലിൽ കറക്കി വരുന്നവനെ പ്രഭാകരമേനോൻ വിളിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട. അവൻ അയാളിൽ നിന്നും മുഖം തിരിച്ചു നിന്നു. അയാൾ അവനെ തന്നെ നോക്കി. തനിക്കറിയുന്നത് പോലെ അവനെ മറ്റാർക്കും അറിയില്ല. എത്ര വലിയ ദേഷ്യക്കാരനാണെങ്കിലും അതുപോലെ സ്നേഹമുള്ളവനുമാണ്. പക്ഷേ ഇന്നലെ സംഭവിച്ച ആ കാര്യത്തിൽ അവൻ തന്നോട് ക്ഷമിക്കില്ലേ? അയാളിൽ ആശങ്ക നിറഞ്ഞു. കാശി, എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ആരെക്കാളും നന്നായി മനസ്സിലാക്കുന്നവരാ നീയും നിൻ്റെ അച്ഛനും. ഞാൻ കാരണം പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നാൽ പിന്നെ ഞാൻ എന്തിനാടാ ജീവിക്കുന്നത്? അതൊരു പാവം കൊച്ചാടാ. ഇന്നലത്തെ സംഭവത്തിൽ നിന്നെപ്പോലെ അവളും നിരപരാധിയാണ്. നിനക്കെന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതെന്നോട് തീർത്തോളൂ. ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടിയോട് കാണിക്കരുത്. നീ അവളെ പരിഗണിച്ചില്ലെങ്കിലും ദേഷ്യമൊന്നും കാണിക്കല്ലേടാ. പാവമല്ലേ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ സ്വരമിടറി. അത് കേട്ടതും അവൻ്റെ നെഞ്ചിലെന്തോ കൊളുത്തി വലിച്ചതുപോലെ തോന്നി. ഞാനൊന്ന് ആലോചിക്കട്ടെ, പരിഗണിക്കണോ അതോ ദേഷ്യപ്പെടണോ എന്ന്. എന്തായാലും കെട്ടിപ്പോയില്ലേ, ഒരു കൈ നോക്കിയേക്കാം. അതും പറഞ്ഞവൻ മുത്തശ്ശനെ ഒന്ന് നോക്കി കണ്ണിറുക്കി കാണിച്ച് പുറത്തേക്ക് നടന്നു.